നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് തമിഴിൽ കണ്ട പോലെ അമ്മമ്മേനെ കാണാൻ പോവുകയാണ്. അപ്പോൾ കുറേ ആയി നിലമ്പൂരിക്കൊക്കെ പോയിട്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും അവിടെ ഉണ്ട്, അപ്പം ഇന്ന് എല്ലാവർക്കും ഒന്ന് കൂടിയിട്ട് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പോൾ ഇനി വേഗം പോയിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. റെഡി ആവാറ്. ശരത്തേന് ഉറക്കക്ഷീണുണ്ട്. ഞാൻ ഉറക്കത്തുനിന്ന് വിളിച്ചെണീപ്പിച്ചതാണ് അല്ലേ? അതെ. ആ അപ്പോൾ വൈശു, ഹലോ, റെഡിയായോ? റെഡി. ഗെറ്റ് റെഡി വിത്ത് വൈശു. എന്താണ് വൈശു ആദ്യമായിട്ടാണോ? അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് അമ്മമ്മേനെ കണ്ടിട്ട് വരാം. ഇറങ്ങിയാലോ? വൈശു സൺ കിസ്റ്റ്. ഓ, വൈശുവിൻ്റെ മുഖം ഗ്ലോയിങ്. അപ്പോൾ അമ്മക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ്, കുറേ കാലത്തിന് ശേഷമാണല്ലേ പോണത്? കുറേ കാലത്തിന് ശേഷം നിലമ്പൂര് പോവാണ് ചെറിയമ്മയുടെ വീട്ടിലേക്ക്. യെസ്. അപ്പോൾ ഞങ്ങളങ്ങനെ നിലമ്പൂർ പോവാണ്. യെസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാരി, ബ്ലൂ കളർ. നോക്കട്ടെ. നൈസ്. അടിപൊളി. ഈ കണ്ണട വിൽക്കണ്ടോ? അതുപോലെ പേര് ശരിക്കും വന്നിട്ട് വൈശാഖ് എന്നാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടിട്ട പേരാണ് വൈശാലി, അല്ല വൈശു എന്നുള്ളത്. ഷോർട്ടാക്കിയതാണ്. വൈശാഖ് എന്ന് വിളിക്കാനുള്ള ശേഷി എനിക്കില്ല. അങ്ങനെ കിട്ടിയ പേരാണ് വൈശു എന്നുള്ളത് അല്ലേ വൈശു? ഇടയ്ക്ക് വൈശാലി എന്നൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെയാണ്. ഇതെന്താണ് ശരത്തേട്ടൻ കാണിക്കുന്നത് വൈശു? അതെ, സൂപ്പർ ആയിട്ടുണ്ട്. മാച്ചാണ്. ഓ, അടിപൊളി. ഒന്നും പറയാനില്ല. ഇപ്പോൾ ജസ്റ്റ് കനോലി പ്ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. ശരത്തേന് ചായ കുടിക്കണം. അപ്പോൾ അതിന് ജസ്റ്റ് നിർത്തിയതാണ്. യെസ്, അടിപൊളി. എന്തുകൊണ്ട് നാട്ടിലെത്തിയിട്ട് അടിപൊളി. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. കനോലി പ്ലോട്ട് ഉണ്ട്, പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ തേക്ക് മ്യൂസിയം പ്ലേസാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ വന്ന് കണ്ടു നോക്കുക. ഇത് ഫുൾ അങ്ങോട്ട് തേക്കുകളും മരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റോഡാണ്. അപ്പോൾ നാളെ ചായ കുടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അമ്മമ്മയുടെ വീട്ടിലേക്കാണ്. ഫൈനലി അമ്മമ്മയുടെ വീടെത്തി. കുറച്ച് ലേറ്റായി. എന്ത് ലേറ്റ്? അച്ഛൻ വരുന്നുണ്ടോ? ഇവിടുത്തെ വ്ളോഗിന്റെ അടുത്ത യൂട്യൂബർ. എന്താ 11:30-കാരാണ് നിങ്ങളിലെ? കുടുങ്ങിയത് ഞങ്ങളത് പിന്നെ മനസ്സിലാക്കി. നമ്മൾ രണ്ട് വണ്ടിയാണ് കുഴപ്പമുണ്ടേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. പോരായിരുന്നേ. കാശ്മീരിക്ക് നമ്മള് ബുള്ളറ്റിന് പോകുന്നുണ്ട്. ബുള്ളറ്റ് കളിച്ചിട്ട് ഞാൻ ബുള്ളറ്റ് പോകാൻ വേണ്ടിട്ട് കാര്യമായിട്ടാണ് ഇങ്ങോട്ട് വളർന്നിട്ട് വരാണ്ട് സിംഗിൾ സീറ്റും കേട്ടോ. ഇവിടെ കഥയൊക്കെ പറഞ്ഞ എടാ ഇവിടെ ആ പൈപ്പ് ഉണ്ടോ? ആ പൈപ്പൊക്കെ അതെ. പിന്നെ പുറത്താരെങ്കിലും വന്നാൽ ഞങ്ങൾ ഇത് കൂടെയാണ് നോക്കാറ്. ചീട്ട് കളിക്കുന്ന സ്ഥലമാണ്. അതെ, ചീട്ട് കളിക്കുന്നതാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം.
പേരക്കുട്ടികളൊക്കെ വന്നു അല്ലേ. നമ്മൾ എത്ര കാലം ഇതിലൊക്കെ കൂടിയിട്ട് വീട്ടില്. അപ്പൊ ഇതാണ് ഞങ്ങളെ വീട്. കൊറേ ആയി ഇങ്ങനെ കൂടിയിട്ട്. അപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? പറയൂ, അമ്മയ്ക്ക് ഭയങ്കര കുറവാട്ടോ. പിന്നെ അമ്മമ്മ കുറെ റബ്ബർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അമ്മമ്മയാണൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതൊക്കെ അല്ല അമ്മമ്മ. അമ്മമ്മ അങ്ങനെയൊക്കെയാണ് സമയം കളയാറ്. ചീനമുളകും ചെടിയുണ്ട് ഇവിടെ. അപ്പോൾ അതിന് 2 എണ്ണം ഭക്ഷണം കഴിക്കുമ്പോൾ ചീനമുളക് കഴിക്കുന്നത് ഏറ്റവും ആരോഗ്യത്തിന് നല്ലതാണ്. കൊളസ്ട്രോള് മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഔഷധം കൂടിയാണ് ചീനമുളക്. ഓക്കെ, ഇവിടെയൊക്കെ ഫുള്ള് അങ്ങോട്ട് കാടാണ്. ഇത് റബ്ബറും തോട്ടം, അങ്ങോട്ട് ഫോറസ്റ്റ്. അതുപോലെ അവിടെ ഒരാള് നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല. വ്ളോഗറൊക്കെ ഫുഡ് കഴിക്കാം. ഉണ്ണീനെടുക്കട്ടോ. ഉണ്ണി ഹായ് പറഞ്ഞേ. ഹായ് പറയൂ. എന്ത് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് അന്വേഷിക്കാൻ വന്നാണ്. ആ, ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇയാളാരാ നോക്കുന്നത്? ഉണ്ടോ? ആ, ഇവർക്ക് പേടിയൊന്നും ഇല്ല തോന്നുന്നു. പേരെന്താണ്? റാണി. ചിങ്കു. എങ്ങനെയുണ്ട് ചേർത്തേട്ടാ? എങ്ങനെയുണ്ട് ചേർത്തേട്ടാ? ചെറുത്തേട്ടനോ? ചെറുത്തേട്ടനോട് അപ്പൊ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫോണിലായതുകൊണ്ട് അല്ലേ? എന്താ ഒരു ശുഷ്കാന്തി കളി കാണാൻ. ചെറുത്തേട്ടന് വേണ്ടി പൈസ ചാർജ് തരില്ല കേട്ടോ. താങ്ക് യു. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് പോവാണ് കുരിശുമല കാണാൻ അല്ലേ അച്ചു? യെസ്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പോ നമ്മളുടെ മെയിൻ ആള് അപ്പൊ വഴി അതെ, സന്തോഷ് മാമേന്റെ ഐഡിയയിലാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. നോക്ക കുരിശാവോന്ന് അറിയില്ല. അതാ കൊറേ അവിടെയുണ്ട്. കപ്പിൾസ് ആണോ? അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ അവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ? വിളിച്ചിട്ട് നീക്കണ്ടേ? എത്ര വിളിച്ചു? 2 ബാറ്റിംഗ് കണ്ടപ്പോ കുറച്ചുറങ്ങി. ഉണ്ണി വാങ്ങിച്ചോ? ചേട്ടൻ്റെ അടുത്ത് ആരും റോസാപ്പൂ വാങ്ങാറില്ല. ഉണ്ണി ഇഷ്ടായോ ഏട്ടനെ? എനിക്ക് ഇഷ്ടമായില്ല. പൂവിനെയാണ് ഇഷ്ടപ്പെട്ടത്. എവിടേക്കാണ് റെഡി ആയിട്ടുള്ളത്? ഞങ്ങൾ ഒറ്റയ്ക്ക് പോവാൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഞങ്ങള് വയസ്സന്മാരുണ്ട്, ഞങ്ങൾ ചെറുപ്പക്കാരുള്ളപ്പോ ചന്തുമാമയാണ് പോയി വിളിച്ചത്, എണീപ്പിച്ചത്. ചെങ്കളിയൻ വേഗം പോയിട്ട് എണീക്കുവോ. ചങ്കല്ലാത്ത അളിയൻ, ചങ്കളിയൻ ചങ്കല്ലാത്ത അളിയൻ. ചങ്കില്ലേ? ഒരു പരിപാടിയിലാണ്. ധനേഷ് റെഡി അല്ലേ? കുരിശുമല കാണാൻ. ആനമല കുരിശുമല. കുരിശുമലയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ നിന്ന് പോയിട്ട് വരാച്ചിട്ട് പോവാട്ടോ. ഓക്കെ, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വീട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. 2 കാർ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി കുരിശുമല എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ
പകുതി ക്ഷീണിച്ച മട്ടാണ്. രണ്ട് വയസ്സ് നോക്കിയിട്ട് ടാറ്റ തരരുത്. ചാറ്റല്ല ഞാനില്ല ഉണ്ണേട്ടോ അറിയാണ്. റെഡി ആയിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് വരാൻ ആളില്ല. ഞാൻ വരുന്നില്ല കേട്ടോ. ഞാൻ ഇല്ല കേട്ടോ. ഭർത്താവിനെ സഹായിക്കാൻ പോവുക അമ്മേ. കുരിശ് കാണുമ്പോ എന്താണ് കണ്ടു ഇനി പോവാ. വെരി ഗുഡ്. ചെരുപ്പിട്ടോ അല്ലെങ്കിൽ ആശമായി മുളക്കി. പക്ഷെ കേറാൻ അവിടുന്ന് ചെറിയൊരു പ്രയാസമുണ്ട്. ഇതൊക്കെ കേറാൻ വയ്യാതെ നിൽക്കുന്ന ആൾക്കാരാണ്. സന്തോഷ് മാമ താഴത്തേക്ക് നോക്കരുത് എന്നാണ് ഇവിടെ നിന്നുള്ള ഓർഡർ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ മുകളിൽ പോയിട്ട് കാണാം. ശരത്തേട്ടാ നോക്കൂ. കുരിശുമല കാണാൻ വന്നവരാ. ഇവിടെ സുഖാ നോക്കല്ലേ. ആ ദേവികല്യാ പോണത്. ഇവരവിടെയാണ് നിൽക്കണത്. പക്ഷെ ഈ കുത്തനെ മല കയറാൻ കുറച്ച് റിസ്ക് ഉണ്ട്. ഇപ്പൊ തന്നെ കുഴങ്ങിനി ആ ടോപ്പിക്ക് കയറണം എന്നാ പറയണത്. നോക്കാം നമുക്ക് മാക്സിമം. മഹാരാഷ്ട്ര അല്ലേ? മാമ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിതൊക്കെ കയറിയത്. മാമ ഇവിടെ ഇരുന്ന് മോട്ടിവേറ്റ് അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല. കാറ്റ് ഒരു രക്ഷയില്ല. എന്താണ് പറയാനുള്ളത്? അടിപൊളി ഏരിയ. നല്ല വ്യൂ അല്ലേ? നല്ല വ്യൂ. കുറച്ചും കൂടി മുകളിലേക്ക് പോയാൽ സെറ്റാണ്. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ ചെറുത്തേട്ടാ അടിപൊളി വ്യൂ. സൂപ്പർ. സൂര്യൻ, മലകൾ, അടിപൊളി. കാറ്റ് കുറച്ച് സീനാണ്. എന്തായാലും നൈസ് വ്യൂ. വിചാരിക്കണ പോലെ അല്ല മക്കളെ. റിസ്ക് ആണ് എന്നാലും നല്ല റിസ്ക്. പക്ഷെ എത്തിയാണല്ലോ എത്തിപ്പെട്ട നമ്മൾ മലപ്പുറം ജില്ലയിലെ സ്വർഗം. ഏറ്റവും നല്ലൊരു സ്ഥലമുണ്ട് നമുക്ക്. അതെ. അത്രയും കാറ്റാ ഗൈസ്. സൂപ്പറാണ്. ഒന്നും പറയല്ല. നിങ്ങൾ ഒറ്റ ഭാഗത്ത് വരുമല്ലേ? ഈ സ്ഥലം കണ്ടില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ കാണില്ല. അത്രയും സത്യം. ഫോട്ടോഗ്രാഫർ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ 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 ഒരു ഫോട്ടോ ഫോട്ടോ ചേട്ടാ. മുദ്ര ത്രിപുന്ദ്ര ത്രിപുന്ദ്ര. അവിടെ ഇരുന്ന നല്ല രസാവും. ഇടുക്ക് ഇടുക്ക് ഫോട്ടോ ഇടുക്കടാ. കാറ്റ് കാറ്റ് കാറ്റ്. അപ്പൊ നമ്മൾ അപ്പൊ ഇനി മാമ ചായ വാങ്ങി തരുന്നാണ്. പഴംപൊരി ചായ.
വൈശാഖ് ഒരു 10 ഫോട്ടോ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അമ്മ ഒരു 3 പ്രകൃതി രമണീയമായ ഫോട്ടോ. അച്ഛൻ ഇറങ്ങി വരുന്നതായിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണ്. ചെറുതിനെ പിടിക്കൂ. കംപ്ലീറ്റ് ചെയ്ത് അച്ഛൻ വരുന്നുണ്ട്. ഈ കുരിശുമലയൊക്കെ കേറി എന്നാണ് പറയുന്നത്. കംപ്ലീറ്റഡ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. കുഴങ്ങിയോ? ഭയങ്കര സംഭവം. കേറാതെ റിവ്യൂ പറയാനായിട്ടുണ്ടോ? ഞങ്ങളറിയില്ലേ, അതല്ലേ ഞങ്ങള് കയറാഞ്ഞേ. ഇപ്പൊ എല്ലാരും ഉഷാറല്ലേ? എല്ലാരും ഇരിക്കൂ. എല്ലാവർക്കും ഒരു ഫോട്ടോ പിടിക്കാം. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് നല്ല ബൂസ്റ്റും കേക്കും കഴിക്കാണ്. അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കാണില്ല എല്ലാവരും. എല്ലാവരും ചായപൊടിയുടെ തിരക്കിലാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നു. ലേറ്റ് ആയി. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയൊരു അടുത്തൊരു വ്ലോഗായി വരുന്നവരെ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, സീ യു.